പരിശ്രമിക്കുമ്പോൾ അതിന് ചില നിയമപരമായും അതുപോലെ തന്നെ പല ഭരണഘടനാപരമായും ഒക്കെ കുറെ ചില ഉത്തരവാദിത്തങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കണം, ചർച്ചകൾ നടത്തണം, ഇതൊക്കെ നടത്തണം. ഇതൊന്നും നടത്താതെ ഒരു 2-3 പേർക്കും ഇമെയിൽ അയച്ച് ചില സ്വകാര്യ വ്യക്തികൾക്ക് മാത്രം ഇമെയിൽ അയച്ച് മുന്നോട്ട് പോയാൽ നടക്കുന്നതാണോ കാര്യം? ഇത് കേരളത്തിൽ നടക്കാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വരവേൽപ്പായിരുന്നില്ലേ? അത് അല്ലാതെ ഒരു ചെറിയ സ്വകാര്യ പരിപാടിയൊന്നും ആയിരുന്നില്ലല്ലോ. കേരള സർക്കാരിൻ്റെതെന്നുള്ള തരത്തിൽ തന്നെയല്ലേ കാര്യങ്ങൾ വന്നത്? എൻ്റെ പ്രിയപ്പെട്ട അംഗർ, ഈ വിവാദങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നതിന് പിന്നിൽ കായിക മേഖലയോടുള്ള താല്പര്യമോ കേരളത്തോടുള്ള താല്പര്യവുമല്ല എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യമാണ്. ഒന്ന്, മാധ്യമങ്ങൾ തമ്മിലെ കുടിപ്പക. കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ ഞാൻ തൂങ്ങിച്ചാകുമെന്ന് പറഞ്ഞ മാമൻ മാപ്പിളയുടെ മനോരമയ്ക്ക് മറ്റൊരു സ്ഥാപനവുമായിട്ടുണ്ടായിരിക്കുന്ന വിദ്വേഷം. 2, ഭരണതലത്തിൽ ഉണ്ടായിരിക്കുന്ന കെടുകാര്യസ്ഥത. ഇവിടെ BD സർക്കാരിൻ്റെ തെറ്റായ സമീപനങ്ങൾ വെള്ളപൂശാനാണ് ഇത് ഉപയോഗിക്കുന്നത്. MDMA കച്ചവടത്തിൽ ഇന്ന് പൂട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെയാ. ആ വാർത്ത മുക്കണം. അതിന് മുക്കാൻ വേണ്ടി പുതിയൊരു വാർത്ത കൊണ്ടുവന്നിരിക്കുക. മയക്കുമരുന്ന് ഗുണ്ടാ സംഘങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലാണ് സംഘടിച്ചിരിക്കുന്നത്, അറസ്റ്റിലാവുക കാസർഗോട്ടടക്കം. അതുപോലെ തന്നെ നിങ്ങളുടെ എൻ്റെയും സഹോദരന്മാർ 3 പേര് കടലിൽ പോയിട്ട് 10 ദിവസമായി. ജീവിച്ചോ മരിച്ചോ അവരുടെ ബോഡി ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുകയാണ്. ഒരു ഫിഷറീസ് വകുപ്പ് മന്ത്രി കേരളത്തിലുണ്ടോ? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അദ്ദേഹം എവിടെയെങ്കിലും ഒന്ന് സന്ദർശിച്ചോ എന്ന് പോലും അറിയാത്ത വിധത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖല സ്തംഭിച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ വിമർശിച്ചു പോയാൽ ഇവിടെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. മേട്ടായിൽ പരാതി കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ പിൻവലിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജനശ്രദ്ധ തിരിച്ചുവിടാൻ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പോംവഴി എന്നുള്ള നിലയിൽ മാത്രമേ എനിക്ക് ഈ വിവാദത്തെ കാണാൻ സാധിക്കൂ. പറഞ്ഞു വരുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാം മണ്ടന്മാരാണ്, കാരണം അതുകൊണ്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്, അല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും. ശ്രീ നജുമുദ്ദീൻ, അതാണോ കാരണം ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു? യഥാർത്ഥത്തിനകത്ത് അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളിതൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കായിക രംഗത്ത് എന്തോ മാറ്റിമറിക്കാൻ പോകുന്നതെന്നാണ് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഇത്രയും ഒരു വലിയ മെഗാ ഈവൻറ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 210 കോടി രൂപയുടെ ഒരു മെഗാ ഈവൻറ്റ് നടത്തിയിരിക്കുന്ന മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 മീറ്റിംഗ് ആണ്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും 2 മീറ്റിംഗ് ആണ്. അപ്പം നമുക്കിത് ആലോചിക്കും, ഇതിനകത്ത് കായിക വകുപ്പുമായോ കായിക ഡയറക്ടറുമായോ കായിക ഡിപ്പാർട്ട്മെൻറ്റുമായോ യാതൊരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല. അതാണ് ഏറ്റവും സത്യം. ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ എങ്ങനെ എടുത്തു? ആരാണ് ഇവരെ സ്പോൺസറാക്കിയത്? അതിനൊരു ഉത്തരവുണ്ടോ? എങ്ങനെ ടെൻഡർ കൊടുത്തോ? അതല്ലെങ്കിൽ കൊട്ടേഷൻ ബ്രെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഒന്നും കൊടുക്കാതെ നേരിട്ട് ഒരു കമ്പനിയെ ഏൽപ്പിക്കുന്നു. അവർ 126 കോടി രൂപ അടച്ചെന്ന് പറയുന്നു. അടച്ചതിൻ്റെ റെസിപ്റ്റ് എവിടെ? നേരെ സൽപിത്താൻ സാർ സൂചിപ്പിച്ചതുപോലെ അത് കൊടുത്തെന്ന് പറയുന്ന തെളിവെന്ത്? അത് ലഭിച്ചതിൻ്റെ തെളിവെന്താണ്? അപ്പോൾ ഇതൊന്നുമില്ലാതെ ഇദ്ദേഹം പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഇതൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. എന്ത് പുകമറ? കായിക രംഗത്തിന് അധപ്പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പുകമറയാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് കാര്യം, ഞാൻ ആ റിപ്പോർട്ടിൽ, അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത് അറിയേണ്ട കായിക സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരോ ഒന്നും അറിയാതെയാണ് ഇത് പോയതെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിൽ പറയുന്നൊരു കാര്യം, മുൻ കായിക മന്ത്രിയുടെ ഓഫീസും മുൻ ചീഫ് സെക്രട്ടറിയും കമ്പനിയുമായി ചർച്ച നടത്തിയ ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഉദ്യോഗസ്ഥർക്ക് വാക്കാൽ മാത്രം നിർദ്ദേശം നൽകി. ഇങ്ങനെയാണ് റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അതെ. അപ്പോൾ ഈ യഥാർത്ഥത്തിനകത്ത് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻഡോ അഗസ്റ്റിനും വന്ന് പറയുന്നു, എന്ത് തെളിവും ഞാൻ തരാൻ തയ്യാർ. ഒരു തെളിവുമില്ല, ഒരു രേഖ പോലും ഇല്ല. ആകെ ഉണ്ടാകുന്ന ഒരു ലഘുരേഖ മാത്രമാണ് ഉള്ളത്. അത് വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെയും തെറ്റിദ്ധരിപ്പിച്ച് നമുക്കെല്ലാം ന്യായമായിട്ട് അറിയാൻ കഴിയും. നമുക്കൊരു ഈവൻറ്റ് നടത്തണമെങ്കിൽ, ഒരു കേരളത്തിനകത്തൊരു ഫുട്ബോൾ മത്സരം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ അറിയണം, അവിടുത്തെ കേരള ഫുട്ബോൾ അസോസിയേഷൻ അറിയണം, നാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ അറിയണം. ഇവരാരും അറിയാതെയാണ് ഈ നടപടിക്രമങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ഇടപാട്, ഈ സാമ്പത്തിക ഇപ്പോൾ ചർച്ചയിൽ പെടുന്നത് പോലെ നമ്മൾ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗമാണോ ഇത് എന്ന് ഒരു സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കായിക വകുപ്പ് സെക്രട്ടറി അതിനെ അന്വേഷിച്ചു, പഠിച്ചു, ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നാളുകളിൽ ചർച്ചകൾ വരാൻ പോവുകയാണ്. ആരൊക്കെയാണ് അതിൻ്റെ കള്ളം ചെയ്തിരിക്കുന്നത് അറിയാൻ പറ്റും. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, കേരള ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അതുമാത്രമേ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയ ഒരു നടപടിക്രമങ്ങളായിരുന്നു ഇത്. അതിനെതിരെ കായിക മന്ത്രി തീർച്ചയായും അദ്ദേഹം എടുത്ത നടപടിയാണ്. അദ്ദേഹം ഒറ്റയ്ക്കാണ് തീരുമാനമെടുത്തത്. അദ്ദേഹം വകുപ്പിനെ അറിയിച്ചിട്ടില്ല, ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു പുകമറ, അദ്ദേഹം പറഞ്ഞ കാരണം ആ പുകമറ,
അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കായിക വകുപ്പ് ഇടപെടും. അത് തീർച്ചയായും കായിക വകുപ്പിൻ്റെ മന്ത്രിയും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിലിടപെട്ട് നാളുകളിൽ അതിൻ്റെ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് തീർച്ചയായും നമ്മൾ ആശിക്കാനുള്ളത്. ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ സനിൽ പി തോമസ്, ഈ സ്പോൺസറെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ മുൻ കായിക മന്ത്രി ചില ഒരു ചില ഇടപെടലുകൾ നടത്തുകയും ചില കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണം. അദ്ദേഹം ഇതുവരെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ കാര്യങ്ങൾ കൃത്യമായി പറയുകയോ ചെയ്തിട്ടില്ല. ഒരു പ്രസ്താവന നടത്തി എന്നതിനപ്പുറം എന്താണ് എന്ന് ഇനിയിപ്പോൾ പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അബ്ദുറഹ്മാൻ അറിയാം, അബ്ദുറഹ്മാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. എനിക്ക് ചില കാര്യങ്ങൾ അറിയില്ല, ചില കാര്യങ്ങൾ മാത്രം, വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ അറിയൂ. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ 2 മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മാത്രം ചില കാര്യങ്ങളെന്ന് ബോധ്യപ്പെടുത്തി പോയിട്ടുണ്ടാകാം. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു സർക്കാരിൻ്റെ വിശ്വാസ്യത തന്നെ പണയം വയ്ക്കുന്ന തരത്തിൽ ഇവിടുത്തെ കായിക മന്ത്രി പോവുകയായിരുന്നില്ലേ? അപ്പോൾ ഇതൊന്നും അന്വേഷിക്കേണ്ട എന്നാണോ പറയുന്നത്? ഇപ്പോൾ ശ്രീ ജലീൽ പറഞ്ഞു ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുകമറ ആണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ പുകമറ സൃഷ്ടിക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ കായിക രംഗത്ത് നിൽക്കുന്ന ഒരു മുതിർന്ന കായിക ലേഖകൻ എന്ന നിലയിൽ? ഇല്ല, ഒരിക്കലും ഇത് പുകമറയൊന്നും അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് അന്വേഷിച്ച് പുറത്തുകൊണ്ടേണ്ട ആവശ്യം. ഞാൻ എന്താ പറയാ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ഉദ്ദേശ കോച്ചിനെ അപേക്ഷ ക്ഷണിച്ചു. അതിനകത്ത് ഒരു അപേക്ഷ സ്പാനിഷ് ഗ്രേറ്റ് ആയിട്ടുള്ള സ്പെയിനിലെ താരമുള്ള സാവി ഹെർണാണ്ടസ് ആയിരുന്നു. വേറൊരാള് പെപ് ഗാർഡിയോള ആയിരുന്നു. ഇത്രയും പ്രഗത്ഭരായ ആളുകൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചായി വരുമെന്ന് വെച്ചു. പിന്നെ അന്വേഷിച്ച് രണ്ടും വേറെ ആരാണ്ട് പിള്ളേർ അയച്ച ഇമെയിൽ ആയിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ ഉണ്ടാക്കി അയച്ചതാണെന്ന് കണ്ടുപിടിച്ചു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഏതാണ്ട് അതുപോലെയാണ് ഇതിനകത്തെ കാര്യങ്ങളും. ആർക്കൊക്കെയോ ഇമെയിൽ അയച്ചു, ആരൊക്കെയോ അയച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയാതെ ഫിഫയിൽ 211 അംഗങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾ ഒരു രാജ്യത്ത് വേറെ രാജ്യം പോയി കളിക്കണമെങ്കിൽ ആ രാജ്യം അറിയണ്ടേ? അതുപോലെ ഇവർക്കെതിരെ കളിക്കുന്ന ആരാണ്? നേരത്തെ കൽക്കട്ടയിൽ വന്ന് മെസ്സി ഉൾപ്പെടെ അർജന്റീന ടീം കളിച്ചോ വെനസ്വേല ആയിരുന്നു എതിര്. അത് നേരത്തെ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഓസ്ട്രേലിയ ആയിരിക്കും എന്ന് പറഞ്ഞതല്ലാതെ അങ്ങനെ ഒരു ടീമിനെ ആരും കണ്ടെത്തിയിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഇത് ഏതാണ്ട് അർജന്റീന പോലെ ആദ്യത്തെ 10 റാങ്കിലുള്ള ഒരു ടീം കളിക്കുമ്പോൾ ഒരു 50 താഴെയുള്ള ടീം വന്നാലേ അവർ കളിക്കത്തുള്ളൂ, അല്ലാതെ അവർ കളിക്കത്തില്ല. ഈ ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെ കഴിയുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ UEFA ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് അവർ യൂറോ കപ്പിനൊപ്പം നേഷൻസ് ലീഗും കൂടെ തുടങ്ങിയത്. നേഷൻസ് ലീഗിൽ എല്ലാ രാജ്യങ്ങൾക്കും കളിക്കാം. അപ്പോൾ അനാവശ്യമായ ഫ്രണ്ടുകൾ ഒഴിവാക്കാനായിട്ടാണ്. മറ്റ് കോണ്ടിനെന്റിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഫ്രണ്ട്ലിക്ക് വരുന്നത്. പക്ഷേ ഇന്ത്യ പോലൊരു ടീമുമായിട്ട് വന്ന് കളിച്ചിട്ട്, ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമായിട്ട് കളിച്ചിട്ട് അർജന്റീനയ്ക്ക് ഒന്നും നേടാനില്ല. ഒരു എക്സിബിഷൻ മാച്ച് പോലെയുള്ള മാത്രമേ ഉള്ളൂ. നമ്മൾ പണ്ട് റഷ്യൻ ടീം ഇവിടെ വന്ന് കളിച്ച് ഓർക്കുന്നില്ല, 10 ഗോളിന് ഇന്ത്യ തോറ്റത് തിരുവനന്തപുരത്ത് വന്നു. പക്ഷെ അത് ഒന്നാമത്തെ ഇപ്പോൾ നമ്മൾ 2017 അണ്ടർ 17 ബോയ്സ് ഫിഫ വേൾഡ് കപ്പ് നടത്തി. 2020 ഫിഫ അണ്ടർ 17 ഗേൾസിന്റെ വേൾഡ് കപ്പ് നടത്തി. ഇവിടെ കൊച്ചി സ്റ്റേഡിയത്തിൽ 41,000 പേരെ ഇരുത്തിയിട്ടുള്ളൂ. അതാണ് ഫിഫയുടെ റൂള്. അതിനപ്പുറം സ്പേസ് ഒക്കെ ചെയ്യണം. ഇവിടെ അത് തന്നെയാണ്. അപ്പം കൂടുതൽ ആളിനെ കയറ്റാനോ ഇവർ വിചാരിച്ച പോലെ മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടാനുള്ളത്. പകരം റോഡ് ഷോ ഒക്കെ നടത്തി കാശ് ഉണ്ടാക്കാമെന്നാണ് ധരിച്ചു വെച്ചിരുന്നത്. അതെത്ര അപകടകരമാണെന്നും കൂടെ ഓർക്കണം. ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. IPL കഴിഞ്ഞിട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ജോയ്ക്ക് അറിയാമല്ലോ, ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എന്നാ നടന്നു IPL വേണ്ട. PSG ജയിച്ചു കഴിയുമ്പോൾ പാരീസിൽ എന്താ നടന്നത്? അപ്പൊ അത്രയും അവർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കേരളത്തിലൊരു ആവേശം ഉണ്ടായി എന്ത് സംഭവിക്കും? വഴി നീളെ 41,000 പേരെ അല്ലെങ്കിൽ 40,000 പേരെ കൂടുതൽ സ്റ്റേഡിയത്തിൽ അനുവദിക്കത്തില്ല. അപ്പൊ ആ സ്ഥിതിക്ക് ഒരു മത്സരം, ആ സ്ഥിതിക്ക് ഇവരെങ്ങനെ മുടക്കിയ രൂപ 200-200 കോടി രൂപ എങ്ങനെ തിരിച്ചെടുക്കുക? വെറുതെ ഒരു സ്പോൺസർ ആയാലും വെറുതെ കാശ് മുടക്കത്തില്ല, ലാഭം ഉണ്ടാക്കാനല്ല ഇത് മുടക്കത്തുള്ള. എങ്ങനെ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ ഒരു പുകമറ സൃഷ്ടിച്ച് ഇവിടെ ഭയങ്കര വികസനമാണെന്ന് പറയും. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് സ്പോർട്സ് നടന്നത്. ഒരു സ്പോർട്സ് സമ്മിറ്റ് നടത്തുക. എന്നാന്ന് ജലീലിന് അറിയാം അവിടെ എന്നാ നടന്നു. അവിടുത്തെ പ്രധാന ആളുകളെ വിളിക്കാനായിട്ട് എൻ്റെ അടുത്തും തന്നെ നമ്പറുമായിട്ട്, എന്നിട്ട് അവിടെ വരണ്ടിയ സായയുടെ സ്പെഷ്യൽ ഓഫീസറായിരുന്ന BVP റാവു എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ പോകുന്നില്ല, വെറും രാഷ്ട്രീയമാണ്. അപ്പൊ പങ്കെടുത്ത അശ്വിനി നാച്ചപ്പ പറഞ്ഞു, കുറെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരല്ല, വേറെ അവിടെ ആരും ഇല്ലായിരുന്നു. ആ പൈസ എവിടുന്ന അജൂദിനെ അറിയാം. അപ്പോൾ ശ്രീ സനിൽ പി തോമസ് ഈ സ്പോർട്സ് സമ്മിറ്റിനെ കുറിച്ച് അന്വേഷണം നടത്തിയാൽ പലതും പുറത്തു വരും അല്ലേ? അത് ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഈ സമ്മിറ്റി കൂടെ അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. അതായത് സ്പോർട്സ് ക്ലബ്ബുകൾക്ക് കൊടുക്കേണ്ട പൈസ എടുത്താണ് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടത്. അത് എന്നെക്കാട്ടി കൂടുതലായിട്ട് ഗജീബുദ്ദീൻ അറിയായിരിക്കും, കാരണം അദ്ദേഹം തിരുവനന്തപുരത്തുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം, മൊത്തമായ അന്വേഷണം നടത്തണം. മന്ത്രി കക്കുന്നൊന്നും ഞാൻ പറയത്തില്ല, അദ്ദേഹത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം മുഖ്യമന്ത്രി അറിയണമെന്നും ഞാൻ പറയത്തില്ല, കാരണം അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞു, അദ്ദേഹം വിശ്വസിച്ചു കാണും. അല്ലാതെ അതായത് അബ്ദുറഹ്മാനെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒളിമ്പിക്സിന് പോകാനായിട്ട് ഒരുങ്ങിയ ആളാണ്. അവിടെ ആരെ കയറ്റാത്ത സമയത്ത് പോകുന്നതെന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ ഇത് പിന്നെ ഇവിടെ കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നുള്ള വാക്ക് ലോകത്ത് വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് പേറ്റന്റ് എടുത്തിരിക്കുന്ന ആ സ്കൂൾ ഒളിമ്പിക്സ്, കേരള ഒളിമ്പിക്സ് എന്നൊക്കെ ഇട്ടിട്ട് നോട്ടീസ് വന്നപ്പോഴത്തേക്ക് വന്നില്ലേ?
വെറും എംബ്ലം പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ അറിയാൻ പറ്റാത്തവരാണ് അങ്ങയുടെ കൂട്ടത്തിലുള്ളവർ. എന്നിട്ടാണ് വാചകം അടിക്കുന്നത്, എന്നിട്ട് പുകപ്പറ സൃഷ്ടിക്കാൻ മണ്ടത്തരം മുഴുവൻ കാണിക്കുന്നത്. അല്ല, ഇതിൽ ശ്രീ സനൽ പി തോമസ് പറയുന്നത്, ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം RBC സർക്കാരിനെയും വിരട്ടി എന്നുള്ളതാണ്. അതായത് പല കാര്യങ്ങളിലും വിരട്ടി ചില കാര്യങ്ങൾ നടപ്പാക്കുന്ന തരത്തിൽ ചില കാര്യങ്ങളിൽ ഇടപെടൽ നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തെ പറ്റിച്ചു, കേന്ദ്ര സർക്കാരിനെ പറ്റിച്ചു. ഇവിടെ അതിൽ പറയുന്നൊരു പോയിന്റ് 27/12/2024 സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അയച്ച ഔദ്യോഗിക കത്തിൽ അർജന്റീനയുടെ ലോകകപ്പ് ടീം കേരളത്തിൽ വരുന്നത് വ്യക്തമാക്കിയിരുന്നു. കേരള സർക്കാരിൻ്റെ ക്ഷണം AFA സ്വീകരിച്ചുവെന്നും ഇരുപക്ഷവും പൊതുധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും 6/10/2025 മുതൽ 13/10/2005 വരെയുള്ള സമയത്ത് മത്സരം നടക്കുമെന്നും കത്തിൽ വ്യക്തമാക്കി. എന്നാൽ ആ സമയത്ത് AFAയുടെ ഉറപ്പോ ലയണൽ മെസ്സിയുടെ കരാർ സംബന്ധിച്ച കരാറോ ഫിഫയുടെ അനുമതി പത്രമോ കളിക്കാരെ വിട്ടു നൽകുന്നത് സംബന്ധിച്ചോ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയായി പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ കേരള സർക്കാരിനെ ഇതുപോലെ ഒരു കാര്യവും അറിയിക്കാതെ ചില കാര്യങ്ങളിൽ വിരട്ടി നിർത്തി കേന്ദ്രത്തെ പറ്റിക്കുന്ന തരത്തിൽ ഇടപാടുകൾ നടത്തി എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. അല്ല, ഇവിടെ ജനുവരി 2 ജനുവരി 2 പറഞ്ഞ ഇമെയിൽ കിട്ടി അവർ വരുമെന്ന് പറയുന്നത്. അതിന്റെ പിറ്റേ ദിവസം ജനുവരി 3 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ഒരു വിദേശ ടീം ഒരിക്കലും അതിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയാതെ വരാൻ പറ്റത്തില്ല. നമ്മൾ പണ്ട് 1955 തിരുവനന്തപുരത്ത് ഇന്ത്യ റഷ്യ മത്സരം നടന്നു. അതാണ് കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം. GV രാജയായിരുന്നു അന്ന് ട്രാവൻകൂർ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ്. അന്ന് മത്സരത്തിന് അനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫിഫ പറഞ്ഞ് ഇന്റർനാഷണൽ റഫറി ഇല്ല, മത്സരം നടത്താൻ പറ്റില്ല. കേരളത്തിൽ ഇന്റർനാഷണൽ റഫറി ഇല്ല അന്ന്. അദ്ദേഹം പ്രത്യേക അനുമതി വാങ്ങിച്ചു. അന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പേട്രൺ അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദാണ്. രാജേന്ദ്ര പ്രസാദ് സ്പെഷ്യൽ സാങ്ഷൻ കൊടുത്തിട്ട് ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നാഷണൽ റഫറി CV തോമസിനെ ഈ മത്സരത്തിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ റഫറിയുടെ സ്റ്റാറ്റസിലേക്ക് ഉയർത്തിക്കൊണ്ട് ഓർഡർ ഇട്ടു. അങ്ങനെയാണ് ആ മത്സരം അവിടെ നടത്തി. നമ്മുടെ അബ്ദുറഹ്മാനും തിരുവല്ല പാപ്പനും മത്സരത്തിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നതാണ്. അപ്പൊ അത്രയും ഇതായിട്ടാണ് കാര്യം. അത്ര സെൻസിറ്റീവ് ആണ് ഇത്. അല്ല, ഫിഫ ചുമ്മാ ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി അവിടെ ഗേറ്റ് തന്നെ പൊളിക്ക് താഴെ ഉണ്ട് ഉണ്ടാക്കി 2 ദിവസം കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ ഇടത്തൊന്നും ഫിഫ ഇത് സമ്മതിക്കത്തില്ല. അവർ വന്ന് മൊത്തം നോക്കി ഇതൊന്നും ഇല്ലാതെ ചാടിക്കറി ആദ്യം പറഞ്ഞു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു കലൂർ സ്റ്റേഡിയത്തിലാന്ന് പറഞ്ഞു. ഇതൊന്നും ഇല്ലാതെ ഇതെല്ലാം നടക്കുന്നു പറഞ്ഞു. ഇതെന്താ ഫിഫ എന്ന് പറഞ്ഞ വെറുതെ സംഘടനയാണ് ഇവിടെ. അത് മാത്രമല്ല, നമുക്കൊരിക്കലും ഇവരോട് നേരിട്ട് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വഴി അല്ലാതെ സാധിക്കത്തില്ല. അതാണ് ഇതിന്റെ റൂള്. അതുപോലെ തന്നെ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ. തീർച്ചയായും അത് ഈ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം കാര്യങ്ങൾ കൃത്യമായി അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തലത്തിലുള്ളവർക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ആ വ്യക്തത കുറവൊക്കെ ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് ഇവിടെ ചിലതൊക്കെ അങ്ങ് നടപ്പാക്കി എല്ലാവരെയും ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ പൊളിഞ്ഞു പാളിസായി മാറിയിരിക്കുന്നത്. ശ്രീ ജലീൽ, ഇവിടെ ഇതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് വേറൊന്നുമല്ല. ആ ലക്ഷ്യം വിദേശ നാണ്യം ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തൽ ആയിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് മനസ്സിലാക്കാൻ ഇതായിരിക്കും കാരണമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ നിരവധി പേരുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ശ്രമമല്ലേ നടന്നത്? അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് EDയും മറ്റ് അന്വേഷണ ഏജൻസികളും ഒക്കെ വരും. ഇവിടെ വിജിലൻസ് അന്വേഷണം അടക്കം ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അന്വേഷണമൊക്കെ വരും. ഈ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുന്നുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഏത് അന്വേഷണം വരട്ടെ, ഞങ്ങൾ അന്വേഷണത്തെ ആ രീതിയിൽ സമീപിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മുൻ കായിക മന്ത്രി എക്കാര്യത്തിൽ ഒരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഒരു ലക്ഷ്യം ഈ സ്പോൺസറുടെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിന്ന ചിലരുടെയൊക്കെ ലക്ഷ്യം ഈ വിദേശ നാണ്യം ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തലായിരുന്നു. അത് ഈ മെസ്സിയെ മുന്നിൽ നിർത്തി വേണമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വരാൻ എന്താണ് വൈകിയതെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോകുന്നത്. കാരണം കള്ളപ്പണം വെളുപ്പിക്കാനും അല്ലെങ്കിൽ വിദേശ പണം കൊണ്ടുവരാനുമൊക്കെ അബ്ദുറഹ്മാൻ്റെ തണലിൽ, മന്ത്രിയായ അബ്ദുറഹ്മാൻ്റെ തണലിൽ മറ്റാരൊക്കെയോ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും സാമൂഹ്യ വ്യവസ്ഥകളെയും നോക്കിക്കാണുന്ന ഏതൊരാൾക്കും ഇത് നൂറ്റാണ്ടിലെ വലിയ തമാശയാണെന്ന് മാത്രമേ കാണാൻ നോക്കൂ. BJP ആണ് രാജ്യം ഭരിക്കുന്നത്. 100 രൂപയുടെ സ്ഥാനത്ത് 101 രൂപ കയ്യിലിരുന്നാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന EDയും NIAയും ഉള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ, അത്രയുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ 126 കോടി ഉറുപ്പിക അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം കള്ളപ്പണം വെളുപ്പിക്കാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഈ BJPയും RBIയും ഒക്കെ അവിടെ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ ചിരിക്കാതെ തരമില്ല. കേന്ദ്ര സർക്കാരിനെ പറ്റിച്ചെന്നാണ് സാറ് പറയുന്നത്. BJP സർക്കാരിനെ ഇടതുപക്ഷം പറ്റിച്ചു. RBI ഇതിന് നോ ഒബ്ജക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ആരും അറിഞ്ഞില്ല എന്നൊക്കെ നിങ്ങളിങ്ങനെ ചാനലിൽ പറയാനേ നോക്കൂ. കൃത്യമായി അതാത് കാലഘട്ടങ്ങളിൽ സർക്കാരുകളെ അറിയിച്ചു.
ഇത്രയും ഫണ്ട് അങ്ങോട്ട് കൈമാറ്റം ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? 126 കോടി റുപ്യ കേന്ദ്ര സർക്കാർ അറിയാതെയാ, RBI അറിയാതെയാ? അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പേരിൽ പുകമറ സൃഷ്ടിക്കുക. പിന്നെ എന്തായാലും സാറിൽ ഒരു കാര്യം പറഞ്ഞതിന് നന്ദിയുണ്ട്. അബ്ദുറഹ്മാൻ കൈക്കൂലിക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് താങ്കൾ പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങയോട് വലിയ നന്ദിയുണ്ട്. താങ്കളൊരു കാര്യം ചെയ്യണം, ഇന്നതാ ചാനലുകളിൽ അത് വരുന്നുണ്ട്, ജയ്ഹിന്ദിൽ വന്നോന്നറിയില്ല. ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ യു ഷറഫ് അലിയുടെ ഇത് വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിമുഖം വരുന്നുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ ആശങ്ക നിങ്ങളും പങ്കുവയ്ക്കണം. ഇത്തരത്തിലുള്ള അനാവശ്യമായ ഒരു വാദം ഇനി ഒരു സംരംഭകനും ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാനാകാത്ത വിധം കൊട്ടിയടക്കപ്പെടും. 126 കോടി റുപ്യ അദ്ദേഹം മുടക്കിയത്, അദ്ദേഹം എങ്ങനെയുള്ള ആളോ ആയിക്കോട്ടെ, റിസ്ക് എടുക്കുക. ഇത് 80 കോടി റുപ്യയെ ഇതിന് വരുമാനം പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. 140 കോടി റുപ്യ ഇതിന് ചിലവാ. അത്രയും വലിയ റിസ്ക് ഒരാൾ എടുത്താൽ അദ്ദേഹത്തിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിന് കരണീയമായിട്ടുള്ളത് അവരുടെ ബാധ്യതയാണ്. അതാണ് ഒരു മന്ത്രി ചെയ്തത്. ഇപ്പോൾ KB ഗണേഷ് കുമാർ പൊതുഗതാഗത രംഗത്തോട് വലിയ താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം ആ വകുപ്പിനെ സമ്പന്നമാക്കി. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയാണ് ജനിച്ച കാലം മുതൽ ഫുട്ബോൾ അവരുടെ ഹൃദയവികാരമായി കൊണ്ടുനടക്കുന്ന ഒരു സമൂഹമാണ്. അല്ല സാർ, ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോഴേ ഈ ചില രജിസ്ട്രേഷൻ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 20 ദിവസം മുമ്പ് മാത്രം രജിസ്റ്റർ ചെയ്ത ചില കമ്പനിക്കാണ് ഈ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതെന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കമ്പനിക്ക് കൊടുക്കാവുന്നതാണോ ഈ ഇത്രയും സുപ്രധാനമായ ഒരു കാര്യം? അതിനൊപ്പം ഈ മന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന പ്രപ്പോസൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ ഇല്ല, അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണോ ഇടതു സർക്കാരും ഇപ്പോൾ താങ്കൾ ഈ പുകഴ്ത്തുന്ന ഈ മന്ത്രിയും എല്ലാം കാര്യങ്ങൾ ചെയ്തത്? അല്ല, 20 ദിവസമായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ പൂർണ്ണമായി വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് കൊടുത്തുകൂടായികയുണ്ടോ? കൊടുക്കുന്നതിന് തടസ്സമുണ്ടോ? നികുതി അടയ്ക്കുന്നതിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു കമ്പനിയാണ്. അല്ല, അതൊക്കെ തികച്ച സാങ്കേതികമാണ്. പരിശോധിക്കട്ടെ, പറയുന്നുണ്ടല്ലോ, അന്വേഷിക്കട്ടെ. പുകമറ സൃഷ്ടിക്കണ്ട, വിവാദങ്ങൾ ഉണ്ടാക്കണ്ട, അന്വേഷിക്കട്ടെ. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഒന്നുണ്ട്, കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ച എല്ലാ മേഖലകളിലുമുള്ള വികസന പ്രവർത്തനങ്ങളെ അന്ധമായ രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കി തകർക്കാൻ ശ്രമിച്ചാൽ അതിന് കേരളം വലിയ വില നൽകേണ്ടി വരും. ഇതിലിപ്പോൾ ഒരു പുതിയ പേര് കൂടി വന്നിട്ടുണ്ട്. നേരത്തെ ശ്രീ നജ്മുദ്ദീൻ അത് ചൂണ്ടിക്കാട്ടെ, അമീറ എന്നൊരു പേര്. ആ ഒരു പേരിലേക്ക് ചില ഇമെയിലുകൾ പോയിരിക്കുന്നു, അവിടെ നിന്ന് ചില മെയിലുകൾ അങ്ങോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരും കേട്ടോ. തീർച്ചയായിട്ടും വരട്ടെ. ഇമെയിലുകളൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്കാണ് വരാത്തത്? ഏത് അമീറയാണെങ്കിലും അതുമായി ആരോപണ വിധേയനായ ആൾ ഇന്ന് ചാനലിൽ കൂടി പറയുന്നു, ഞാൻ അന്വേഷണത്തിന് റെഡിയാണ്. ഓക്കെ, നിങ്ങൾ അന്വേഷണം നടക്കട്ടെ. തിരിച്ചൊരു കാര്യം, 126 കോടി നഷ്ടപ്പെട്ട സ്പോൺസർ അത് തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്തു? എന്തുകൊണ്ട് അദ്ദേഹം പരാതി നൽകിയില്ല? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ മെസ്സി വന്നില്ലല്ലോ, ഇപ്പോൾ മെസ്സിയെ ഞാൻ പൂട്ടുവെന്നൊക്കെ പറഞ്ഞ സ്പോൺസറാണല്ലോ, എന്തുകൊണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങളൊന്നും ഇടപെട്ട് വേണ്ട നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നില്ല? ആ കാര്യത്തെക്കുറിച്ച് ഒരു പക്ഷേ നമ്മൾ അത്രത്തോളം ബോധവാന്മാരായിട്ടില്ല എന്നാണ് ആ ചോദ്യം ത്തിൽ നിന്നും പ്രസ്തുതമാവുന്നത്. കാരണം അദ്ദേഹം ആൾറെഡി അന്താരാഷ്ട്ര കോടതിയിൽ, അതുമായി ബന്ധപ്പെട്ട സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ കേസ് നടക്കുകയാണ്. ഇന്ന് മുഴുവൻ രേഖകളും എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പോലും കോടതിയിൽ കേസ് നടക്കുന്ന ഒരു വിഷയത്തിൽ രേഖകൾ പരസ്യമായി പുറത്തുവിട്ടാൽ കേസിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് കേസ് നടക്കുകയാണ്. ശരി, ഓക്കെ. ഞാൻ ശ്രീ നജ്മുദ്ദീൻ, ഇവിടെ ഇപ്പോൾ ഈ നേരത്തെ ഷറഫ് അലിയുടെ കാര്യം മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രീ ജലീൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ടെൻഡർ വിളിച്ചു കൊടുക്കാൻ ഇത് ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതല്ല എന്നുള്ളൊരു പരാമർശമാണ് ശ്രീ ഷറഫ് അലി നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രമുഖ ഫുട്ബോൾ താരമാണ്, അദ്ദേഹത്തെ നമ്മളൊക്കെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായും. അപ്പോൾ ഇത്തരം നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. ഈ അദ്ദേഹവും പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രീയമാണ്, അല്ലാതെ ഇതിൽ നടന്ന നിജസ്ഥിതിയെക്കുറിച്ചല്ല അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അതെ, തീർച്ചയായും അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ശ്രീ ജലീൽ പറഞ്ഞ ഒരു കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായിട്ടാണ് കേരളത്തിലെ കായിക രംഗത്തൊരു മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാൻ കഴിയും, കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് കേരളത്തിൻ്റെ കായിക രംഗം ഇത്രയും അധപ്പതിക്കാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും നമുക്കത് അറിയാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ മെസ്സിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി 210 കോടി രൂപ ചെലവഴിക്കാൻ നിൽക്കുന്ന സമയത്താണ് കേരള സ്പോർട്സ് കൗൺസിലിലെ കായിക താരങ്ങൾക്ക് പട്ടിണി കിടക്കുന്ന അവസ്ഥയിലായിരുന്നത്. അതെല്ലാം പല സംഘടനകളും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് യൂണിഫോം ഇല്ലാത്തൊരവസ്ഥ, ഹോസ്റ്റലുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ, അവർക്ക് കാശ് കൊടുക്കാത്ത അവസ്ഥ, പരിശീലകർക്ക് ശമ്പളം കൊടുക്കാത്തൊരവസ്ഥ, ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് 210 കോടി രൂപ ചെലവഴിക്കാൻ വേണ്ടി അർജൻറ്റീന ടീമിനെയും മെസ്സിയെയും ഇവിടെ കൊണ്ടുവരാൻ തീരുമാനമെടുത്തത്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച് മനസ്സിലാക്കിയാൽ
നമ്മുടെ പിന്നെ അതിൻ്റെ സ്പോൺസർ വന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഞാൻ എല്ലാ ഇതിനും അന്വേഷണത്തിനും തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സ്പോൺസർ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റാണ്. അയാൾക്ക് തലയെ കൂടെ വണ്ടി ഓടുന്നുണ്ടോ? ഈ മെസ്സിയെയും അർജന്റീന ടീമിനെ ഇവിടെ കൊണ്ട് കളിപ്പിച്ചെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അദ്ദേഹം തീരുമാനമെടുത്ത് അദ്ദേഹത്തിന് വ്യക്തമായ തീരുമാനമുണ്ട്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ്. അദ്ദേഹം 126 കോടി രൂപ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ ഒരു സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ വേണ്ടി ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല. ഇത് സർക്കാരുമായുള്ള ബന്ധമാണ്. 2 വ്യക്തികളോ അല്ലെങ്കിൽ 2-3 വ്യക്തികൾ മാത്രം നടപ്പിലാക്കുന്ന പദ്ധതിയല്ല. അതൊരു കളിയല്ല. ഒരു രാജ്യത്ത് നിന്ന് ഒരു ടീം ഇവിടെ വന്ന് മറ്റൊരു രാജ്യത്ത് കളിക്കാൻ പോകുമ്പോൾ അതിന് വ്യക്തമായ രേഖകൾ വേണം, അതിന് ഇൻഷുറൻസ് വേണം. അവിടെ കളിക്കുന്ന സമയത്ത് കളി കാണാൻ വരുന്ന ആൾക്കാരെ ഇൻഷുർ ചെയ്യണം, കായിക താരങ്ങളെ ഇൻഷുർ ചെയ്യണം. അതോടൊപ്പം തന്നെ അതിന് വേണ്ട രേഖകളെല്ലാം സർക്കാരുമായി ഉണ്ടാക്കിയെടുക്കണം. ഈ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയെടുക്കും. ഇതൊന്നും പാലിക്കാതെ 2 മെയിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇത്തരത്തിൽ 126 കോടി രൂപ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഒരു മാർഗം ഉണ്ടാക്കി എവിടെ അയച്ചെന്ന് ആർക്കുണ്ട്? ഒരു തെളിവുമില്ല, ഒരു രേഖ പോലും ഇല്ല. ഒരു രേഖ പോലും ഒന്നും സർക്കാരിൻ്റെ പക്കലില്ല. സർക്കാരിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് രേഖയില്ല, മന്ത്രിയുടെ കയ്യിൽ രേഖയില്ല, മന്ത്രി നേരിട്ട് പറയുന്നില്ല. നമുക്കറിയാം ആ സമയത്താണ് ഈ അർജന്റീന ഫുട്ബോൾ ടീം ഇവിടെ വരുമെന്ന് പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് അർജന്റീന 2-3-4 പേര് ഇവിടെ കൊണ്ടുവന്ന് പരിശോധനയ്ക്ക് കൊണ്ടുവന്നു. ഒരു പ്രദർശന മത്സരം നടത്താൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനമെടുത്തത്. അത് പരിശോധനയ്ക്ക് കൊണ്ടുവന്ന ആൾക്കാർ ആരാണെന്ന് പറഞ്ഞറിയില്ല, അവരുടെ ഐഡൻറ്റിറ്റി അറിയില്ല, അവരുടെ ജെന്യൂനിറ്റി അറിയില്ല. അവർ വന്നു, പരിശോധന നടത്തി, പടമെടുത്തു പോയെന്നല്ലാതെ ഇത് ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പം തീർത്തും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിനകത്ത് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടിയിരിക്കുന്നു. കായിക വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ 14 ലക്ഷം രൂപ ഏകദേശം ചെലവഴിച്ചാണ് സ്പെയിനിലേക്ക് പോയത്. അത് സർക്കാർ പൈസയല്ലേ? അതിന് കൂടെ പോയത് ആരൊക്കെയാണെന്ന് അറിയണം. അതുമായി ബന്ധപ്പെട്ട് എന്താണ് നടപടി നടത്തുന്നറിയണം. അങ്ങനെ ഒരു രേഖ ഉണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു യാത്ര നടത്താൻ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ സർക്കാരിന് കാശെടുത്ത് പോകാൻ പറ്റുമോ? ഒരു ഓർഡറും ഇല്ലാതെ സർക്കാരിൻ്റെ ഒരു ചട്ടങ്ങളും പാലിക്കാത്ത രീതിയിൽ, നിയമങ്ങൾ പാലിക്കാത്ത രീതിയിൽ ഒരു മത്സരം നടത്താൻ വേണ്ടി പ്രഖ്യാപനം നടത്തി കേരള ജനതയെ പറ്റിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് കായികവേദി ആവശ്യപ്പെടുന്നത് ഇത് വിജിലൻസ് അന്വേഷണം മാത്രം പോരാ, ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും കാശ് നമ്മൾ അന്യ രാജ്യത്തേക്ക് അയച്ചിരിക്കുന്നു. ആ കാശ് ആർക്ക് കിട്ടി? അത് കള്ളപ്പണമാണോ? അത് വെളുപ്പിക്കാൻ വേണ്ടി അയച്ചതാണോ? ഇത് അന്വേഷിക്കണം. ഇത് അന്വേഷിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഈ കായിക വകുപ്പിന് പുറമെ ധനകാര്യ വകുപ്പും ഇപ്പോൾ ഇതിൽ പെട്ടിരിക്കുകയാണ്. കാരണം AFAയുടെ ഫീസിന് പുറമെ മറ്റ് അധിക സാമ്പത്തിക ബാധ്യതകളും വിദേശ നാണയ ഒഴുക്കും സ്വകാര്യ സ്പോൺസറുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും നികുതി ആഘാതങ്ങളെക്കുറിച്ചും സർക്കാർ സംവിധാനങ്ങൾ വിട്ടു നൽകുന്നതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ധനവകുപ്പ് ഒരു പരിശോധനയും നടത്തിയിട്ടില്ല എന്നുള്ള സുപ്രധാന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു പറ്റിക്കൽ സംവിധാനം, അങ്ങനെ വല്ലാത്ത ചില നിഗൂഢതകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഈ നിമിഷത്തിലുമുള്ളത്. അതെ, ധനകാര്യ വകുപ്പ് മാത്രമല്ല, നിയമവകുപ്പും ഇടപെടേണ്ട വകുപ്പാണ്. ധനകാര്യ വകുപ്പുകളെ പറ്റിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ സണ്ണി തോമസ് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് കാര്യവട്ടത്തൊരു സമ്മിറ്റ് നടത്തി, സ്പോർട്സ് സമ്മിറ്റ്. കോടികളുടെ നിക്ഷേപം ആകർഷിക്കുമെന്ന് പറഞ്ഞാണ് ആ ഒരു സമ്മിറ്റ് നടത്തിയത്. എത്ര കോടി രൂപ ചെലവഴിക്കപ്പെട്ടത്? 1 രൂപ കിട്ടിയോ സംസ്ഥാനത്തിന് വേണ്ടി? 1 രൂപ കായിക മേഖലയ്ക്ക് കിട്ടിയോ? അപ്പോൾ ഇതെല്ലാം തട്ടിക്കൂട്ട് സംഘങ്ങളായി മാറി. ഇത് കുറേ സ്പോൺസർഷിപ്പുള്ള ആൾക്കാർ കടന്നു വരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നു, അതുമായി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി മാത്രം തട്ടിക്കൂട്ടുന്ന ഏർപ്പാടായി മാറിയിരിക്കുകയാണ് കായിക വകുപ്പ്. അങ്ങനെ ആക്കി കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കായിക വകുപ്പിനെ അങ്ങനെ നിരന്തരസ്ഥരാക്കി. അപ്പോൾ അതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കണം. ആ മോചനം ഉണ്ടാവണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഈ നടപടികളെക്കുറിച്ച് അന്വേഷിച്ച് അങ്ങനെ അന്വേഷണം വരുമ്പോൾ പറയുന്നത് നേരത്തെ ശ്രീ ജലീൽ പറഞ്ഞില്ലേ, ഇപ്പോഴൊക്കെ ഏത് സർക്കാരായാലും ചില പ്രശ്നങ്ങളോ കാര്യങ്ങളോ പ്രതിസന്ധി കാര്യങ്ങളോ അല്ലെങ്കിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നെല്ലാം മുഖം തിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ. അതൊന്നുമല്ല. ഇത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ മെസ്സിയുടെ വരവും അർജന്റീന ടീമിൻ്റെ കളിയുമായി ബന്ധപ്പെട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ചർച്ച നടക്കുന്നത്. ഇത് ആരെയും രക്ഷിക്കാനോ വേറെ മുഖം മാറ്റാനൊന്നുമില്ല. VD സതീശൻ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ആഭ്യന്തര കുഴപ്പം? അവരെല്ലാം നടത്തിയ നടപടിയെല്ലാം. ഞാൻ ഒരിക്കൽ കൂടി ശ്രീ ജലീലിലേക്ക് പോകും. ശ്രീ ജലീൽ, ഇവിടെ ഇപ്പോൾ ഈ ധനവകുപ്പ് പോലെ ഇവിടെ പലരും പല കാര്യങ്ങളും അറിഞ്ഞിരുന്നു, പക്ഷേ ഇതൊന്നും അറിയാത്ത മട്ടിൽ മൗനം പാലിച്ച് അല്ലെങ്കിൽ ഇതിലൊന്നും ഇടപെടണ്ട എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കായിക മന്ത്രി പലരെ അറിയിക്കാതെ പല കാര്യങ്ങളും ചെയ്തു പോയി.
ഇക്കാര്യങ്ങളെക്കുറിച്ച് ധന ഇടപാടുകളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിനൊക്കെ ചില കാര്യങ്ങൾ അറിയാമായിരുന്നു. പക്ഷേ ധനവകുപ്പ് ഇടപെടാതെ മിണ്ടാതിരുന്നു. അപ്പോൾ ഗുരുതരമായ കുറ്റമല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്? അല്ല, അങ്ങനെയൊക്കെ നമ്മുടെ ഭരണക്രമത്തിൽ നടക്കുമോ? നടത്താൻ സാധിക്കും? എത്ര സാങ്കല്പികമായ ചോദ്യങ്ങളാണ്. അല്ലല്ല, സാങ്കല്പികമല്ല, നടന്നിരിക്കുന്നു എന്ന് കൃത്യമായി നടന്നിരിക്കുന്നു. അതാണല്ലോ റിപ്പോർട്ടിലുള്ളത്. നടന്നിരിക്കുന്നു. ഒരു മന്ത്രിക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുമോ? നയപരമായ ഒരു കാര്യം എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗം ചേർന്ന് അവിടെ വെച്ച് തീരുമാനം ക്യാബിനറ്റ് പാസ്സാക്കിയാലല്ലേ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടില്ലേ? അതൊന്നും പറഞ്ഞില്ല, ഞാൻ A to Z അറിയേണ്ട കാര്യമല്ല, മന്ത്രി പറയട്ടെ എന്നാണ്. അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ വളച്ചൊടിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞത് അതിൽ യാതൊരുവിധ പാകപ്പിഴകളുമില്ല. കൂടുതൽ വിവരങ്ങൾ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ അബ്ദുറഹ്മാനിൽ നിന്നും അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഈ വിവാദം അനവസരത്തിലാണ്, അനാവശ്യമാണ്. കേരളത്തിൻ്റെ കായിക മേഖലയുടെ നട്ടലൊടിക്കും ഈ വിവാദം. മന്ത്രി അബ്ദുറഹ്മാൻ തുടങ്ങി വെച്ചിട്ടുള്ള ആ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഒരു ഒറ്റ കാര്യം, അത് ഓക്കെ, താങ്കൾ നേരത്തെ പറഞ്ഞതാണ്. ഈ മുൻ മന്ത്രി വന്ന് ഈ കാര്യങ്ങളെല്ലാം പൊതുജന മധ്യത്തിൽ ഉടൻ തന്നെ പറയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും. അദ്ദേഹം പലപ്പോഴും ചോദിച്ചാൽ അത് ചൂണ്ടിക്കാട്ടാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? അല്ല, ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ്. അദ്ദേഹം തുറന്ന കരങ്ങളുള്ള ഒരാളാണ്. ഓക്കെ, ശ്രീ നജിമുദ്ദീൻ, ചുരുക്കം വാക്കുകൾ പറഞ്ഞാൽ ശുദ്ധമായ കരങ്ങളുമായി അദ്ദേഹം മുന്നിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമെന്ന് ഒരു കാരണവശാലും അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള രേഖകളാണ് സർക്കാരിൻ്റെ രേഖകൾ. ആ രേഖകളിൽ വെച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തി റിപ്പോർട്ടാക്കി ഇന്നിപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അബ്ദുറഹ്മാൻ്റെ കയ്യിൽ വേറെ ഒരു രേഖയിൽ ആകെ 3 മെയിൽ മെസ്സേജുകൾ, സന്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വെളിയിൽ വന്നിട്ടുണ്ട്. അതാ സർക്കാരിൻ്റെ കയ്യിൽ ഒരു രേഖയും ഇല്ല. കൈരേഖ മാത്രമേ ഉള്ളൂ, വേറെ ഒരു രേഖയും ഇല്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊക്കോട്ടുന്നത്. നമ്മൾ കേരളത്തിൽ മെസ്സി വരും, അർജന്റീന വരും എന്ന് പറയുന്ന സമയത്താണ് തെലങ്കാനയിൽ വന്നു, കൽക്കട്ടയിൽ വന്നു, അവിടെയെല്ലാം വന്നിട്ട് പോയി. അവരെല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചാ വന്നത്. അപ്പോൾ ഇവിടെ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഒരു കാര്യം ചെയ്യാതെ കൃത്യമായ വിശദമായ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും താങ്കൾ കരുതുന്നു? തീർച്ചയായും ഉണ്ടാവും. അതുമായി അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷണം ഉണ്ടാവും. ശ്രീ ജലീൽ, അത്തരം അന്വേഷണങ്ങൾ ഉണ്ടായാൽ സ്വാഗതം ചെയ്യുമെന്ന് താങ്കളും താങ്കളുടെ മുൻ മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് ആ നിലപാടിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സനിൽ പി തോമസ്, ശ്രീ നജിമുദ്ദീൻ, ഒപ്പം തന്നെ ശ്രീ ജലീൽ. ബിഗ് ന്യൂസ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും നാളെ ഇതേ സമയം. ജയ് ഹിന്ദ്.